ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വോളാട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 2x40 സെൻറ്റിമീറ്ററിൻ്റെയും 2x20 സെൻറ്റിമീറ്ററിൻ്റെയും രണ്ട് കാർഡ്ബോർഡ് എടുത്തിട്ട് വൈറ്റ് പേപ്പർ വെച്ച് ഗ്ലൂ ചെയ്യുക. ഇപ്പം നമ്മുടെ 40 സെൻറ്റിമീറ്ററിൻ്റെയും 20 സെൻറ്റിമീറ്ററിൻ്റെയും കാർഡ്ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ പോലെ സെറ്റ് ചെയ്തെടുക്കുക. ഫോട്ടോ ഫ്രെയിമിലെ അതേപോലെ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഫ്രെയിമിന് ഒരു ബ്ലാക്ക് കളർ കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വൈറ്റ് പേപ്പർ ആദ്യം കാർഡ്ബോർഡിൽ ഗ്ലൂ ചെയ്തത്. ഇപ്പം ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഗ്ലൂ ചെയ്താൽ മതി. അപ്പം നമുക്ക് കളർ ചെയ്യണ്ടല്ലോ. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് വെച്ചിട്ട് ചെയ്തിട്ട് ഇപ്പം പെയിൻറ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ഇതിനേക്ക് കളർ കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. ഇനി നമുക്ക് പേപ്പർ റോൾസ് വേണം. അതായത് ഫ്രെയിമിൽ ബ്രാഞ്ച് വെക്കാൻ വേണ്ടിയാണ് പേപ്പർ റോൾസ് ചെയ്യുന്നത്. വലിയ പേപ്പർ റോൾസും ചെറിയ പേപ്പർ റോൾസും നമുക്ക് ആവശ്യമാണ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് 2x40 സെൻറ്റിമീറ്റർ ഉള്ളതാണ്. അതുകൊണ്ട് അത്രയും നീളമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പേപ്പർ റോൾസ് എന്ന് പറയുന്നത് അതേപോലെ വേണം. ഇപ്പം ഞാനിവിടെ 2 പേപ്പർ റോൾ എടുത്തിട്ട് അതിനെ ജോയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വലിയ പേപ്പർ റോൾസും വേണം, ചെറിയ പേപ്പർ റോൾസും വേണം. അതായത് ലീഫ് സെറ്റ് ചെയ്യാനും ആ ഒരു ഫ്രെയിമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള പേപ്പർ റോൾസ് നമ്മൾ എടുക്കുക. ഇപ്പം ഞാൻ വലിയ കുറച്ച് പേപ്പർ റോൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചെറിയ കുറച്ച് പേപ്പർ റോൾസ് കൂടെ. നമ്മുടെ പേപ്പർ റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് കട്ടി വരുത്താൻ വേണ്ടി അതിനുള്ളിലേക്ക് ഒരു കോപ്പർ വയർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കോപ്പർ വയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ബ്രാഞ്ചായിട്ട്, അതായത് ഷേപ്പിൽ വളച്ചെടുക്കാനും ഈസി ആയിരിക്കും. അതേപോലെ തന്നെ കുറച്ച് കട്ടിയായിട്ട് നമുക്ക് ഈ പേപ്പർ യൂസ് ചെയ്യാനും പറ്റും. ഇപ്പം നമ്മൾ 2 എണ്ണം ജോയിൻ ചെയ്യുന്നത് കൊണ്ട് അതിനെ 2 എണ്ണത്തിനെയും കൂടി ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പം നമുക്ക് ആ ഫ്രെയിമിൽ വെക്കാൻ വേണ്ടിയുള്ള ഒരു ഷേപ്പിലേക്ക് നമ്മൾ അതിനെ ആ ഒരു കോപ്പർ വയർ വെച്ചിട്ടുള്ള പേപ്പർ റോളിനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊന്നെങ്കിൽ ഇപ്പം തന്നെ സെറ്റ് ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് ഫ്രെയിമിലേക്ക് ഒട്ടിക്കുന്ന നേരത്ത് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ആ ഫ്രെയിമിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്ന് ചെയ്ത് നോക്കുന്നതാണിത്. ആ സമയത്ത്, അതായത് ഫ്രെയിമിലേക്ക് ചെയ്യുന്ന സമയത്ത്, ഫ്രെയിമിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ചെയ്താലും മതി. ഇതേപോലെ ഒരു ഷേപ്പ് നമ്മൾ ചെയ്തെടുക്കുക. നമുക്കിഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിപ്പം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടും വെക്കാം. പക്ഷെ നമ്മൾ എങ്ങനെയാണോ ഭംഗിക്ക്. ഇനിയിപ്പം നമുക്ക് ഫ്ലവർ ആണ് വേണ്ടത്. ആ ഫ്ലവറിലേക്ക് അതിനുവേണ്ടി ഒരു ഫ്ലവർ ഞാൻ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലവറാണ് കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ വൈറ്റ് പേപ്പറിലാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കളർ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾക്ക് കളർ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ കളർ പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. പല പല കളറിൽ എടുത്താൽ മതി. വേണമെങ്കിൽ സിംഗിൾ കളറും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പം കളർ ചെയ്യുന്നത് ഞാനിവിടെ കളർ അസൈക്കിൾ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാട്ടർ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ കുറേ ഫ്ലവറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലീഫാണ് വേണ്ടത്. അതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കുക ഇപ്പം ചെയ്യുന്നത്. ലീഫ് കട്ട് ചെയ്തെടുത്തിട്ട് ലീഫിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടി അതിനെ ഹാഫായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കി കൊടുത്താൽ നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് കിട്ടും. ഈ ലീഫ് ഇപ്പം ഞാൻ വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് അതിന് പല കളർ കൊടുക്കാം. കളർ കൊടുക്കണ്ടായെങ്കിൽ ഒരു ക്ലീൻ കളർ പേപ്പർ എടുത്തിട്ട് ലീഫ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ലീഫും ഞാൻ കുറേ എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി എടുത്തിട്ട് നമുക്ക് ഈ ഫ്ലവറിനും ലീഫിനും ഒക്കെ ഓരോ കളർ കൊടുക്കാം. ഞാൻ കൊടുക്കുന്ന കളർ തന്നെ കൊടുക്കണം എന്നില്ല. എനിക്ക് കളറിങ്ങും ഡ്രോയിങ്ങും അത്ര വശമില്ല. അതുകൊണ്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള വേറെ ആൾക്കാർക്കൊക്കെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, അതായത് ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കാനുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക ഇങ്ങനൊരു ചാനൽ ഉണ്ട്, അത് കാണണമെന്ന്. ഇപ്പം ഞാൻ ഒരു റെഡ് കളർ എടുത്തിട്ട് റെഡ് കളർ ഫ്ലവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ ബ്രഷ് ഇച്ചിരി
വലുപ്പമുള്ള ബ്രഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബോർഡർ വലുതായിപ്പോയി. പക്ഷെ ബോർഡർ കുറച്ച് തിന്നാക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതൊക്കെ എനിക്ക് ഓരോ വീഡിയോയിൽ കൂടി ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. കളറെല്ലാം ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ച ബ്രാഞ്ച് പോലെ ആക്കി വെച്ച ആ പേപ്പറിനെ നമുക്ക് ഈ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു, പറയുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നേരിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇതുപോലെ നമ്മൾ ചെറിയ പേപ്പർ റോൾസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പേപ്പർ റോളും ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഈ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ, അതായത് ഈ ബ്രാഞ്ച് പോലെ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഫ്ലവർ ആ സ്ഥലത്തേക്ക് മാത്രം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഫ്രെയിം മുഴുവനുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. എങ്ങനെയാണോ ഭംഗിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബ്രാഞ്ച് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ കുഞ്ഞ് പേപ്പർ റോൾസും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തെടുക്കുവാണ്. ആ സൈഡിലായിട്ട് കുഞ്ഞ് പേപ്പർ റോൾസും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഓരോ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ചായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി ഇതുപോലത്തെ ഓളാട്ടൊക്കെ വാങ്ങിക്കുന്നതിലും നമുക്ക് സമയമുണ്ടെങ്കിൽ, ഇതിനോടൊരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നല്ല നല്ല ഓളാട്ടമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി, അപ്പം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കുറേ ചെറിയ പേപ്പർ റോൾസും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഒട്ടിക്കാം. ഓരോ ഫ്ലവറും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതൊക്കെ കളറാണെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്തെടുക്കാം. ലീഫും അതിൻ്റെ ഇടയ്ക്ക് ചെയ്തെടുത്താൽ മതി. ഇനി എല്ലാം ഇതുപോലെ നമുക്ക് ഇതേപോലെ ഫ്ലവേഴ്സും ലീവ്സും എല്ലാം കൂടി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയാന്ന് കാണാം. ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒട്ടിച്ച് വന്നപ്പോൾ ഈ രീതിയിലായി പോയി. ആ ബ്രാഞ്ചിൻ്റെ ഷേപ്പിൽ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇപ്പം എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ ഫ്രെയിമും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാ വീഡിയോസും കാണുക. ഇനി കൂടുതൽ വീഡിയോസ് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.